ഇപ്പോൾ അട്രാക്റ്റീവ് ലെവലിൽ ലഭിക്കുന്ന ഇലക്ട്രിക് വെഹിക്കിൾ സെക്ടറിലെ ഒരു സ്മാൾ ക്യാപ് മാർക്കറ്റ് ലീഡർ സ്റ്റോക്കിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. സ്റ്റോക്കിൻ്റെ പേര് ഒലട്ര ഗ്രീൻ ടെക് ലിമിറ്റഡ്. കഴിഞ്ഞ ദിവസം ഒലട്ര ഗ്രീൻ ടെക് 1.9% ഇടിഞ്ഞ് 1611 ക്ലോസിംഗ് നൽകി. ഒലട്ര ഗ്രീൻ ടെക്കിൻ്റെ 52 വീക്ക് ഹൈ 2221, 52 വീക്ക് ലോ 1018. ഒലട്ര ഗ്രീൻ ടെക് ഷോർട്ട് ടൈമിൽ അണ്ടർ പെർഫോം ചെയ്യുകയാണ്. കഴിഞ്ഞ ഒരു മാസം കൊണ്ട് സ്റ്റോക്ക് 8% നെഗറ്റീവ് റിട്ടേണും 6 മാസം കൊണ്ട് 24% നെഗറ്റീവ് റിട്ടേണുമാണ് നൽകിയത്. 13,788 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള ഒലട്ര ഗ്രീൻ ടെക് എന്ന കമ്പനി പ്യുവർ ഇലക്ട്രിക് ബസ് മാനുഫാക്ചർ ചെയ്യുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്പനിയാണ്. ഹൈദരാബാദ് ഹെഡ് ക്വാർട്ടറായിട്ടുള്ള കമ്പനി ഇലക്ട്രിക് ബസ് മാനുഫാക്ചറിംഗ് സെക്ടറിലെ തന്നെ ഒരു പൈനിയർ കമ്പനിയും കൂടാതെ വ്യത്യസ്ത റേഞ്ചിലുള്ള ഇലക്ട്രിക് ബസ് മോഡൽ ഓഫർ ചെയ്യുന്ന ഒരു കമ്പനിയുമാണ്. തുടർച്ചയായി ലഭിക്കുന്ന ഉയർന്ന ഓർഡറുകൾ തന്നെയാണ് ഈ സ്റ്റോക്ക് ഡീസൻറ്റ് പെർഫോമൻസ് കാഴ്ചവെച്ചതിന് പിന്നിലെ പ്രധാന കാരണം. മാർച്ച് മാസത്തിൽ ഒലട്ര ഗ്രീൻ ടെക് എന്ന കമ്പനിക്ക് ആസാം സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷനിൽ നിന്നും 10 ഇലക്ട്രിക് ബസ് സപ്ലൈ ചെയ്യാനുള്ള ഓർഡർ ലഭിച്ചിരുന്നു. അതിനു മുൻപേ തെലങ്കാന ട്രാൻസ്പോർട്ട് കോർപ്പറേഷനിൽ നിന്നും 550 ബസ് സപ്ലൈ ചെയ്യാനുള്ള ഓർഡറും മുംബൈ ഇലക്ട്രിക് സപ്ലൈ ആൻഡ് ട്രാൻസ്പോർട്ട് അണ്ടർടേക്കിങ്ങിൽ നിന്നും 2100 ബസ് സപ്ലൈ ചെയ്യാനുള്ള ഓർഡറും ലഭിച്ചിരുന്നു. ഈ വർഷം തന്നെ മഹാരാഷ്ട്ര സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷനിൽ നിന്നും 5150 ഇലക്ട്രിക് ബസ് സപ്ലൈ ചെയ്യാനുള്ള ഓർഡറും ഒലട്ര ഗ്രീൻ ടെക് ലിമിറ്റഡ് എന്ന കമ്പനിക്ക് ലഭിച്ചു. തുടർച്ചയായി വിവിധ ട്രാൻസ്പോർട്ട് കോർപ്പറേഷനുകളുടെ ഇലക്ട്രിക് ബസ് ബിഡിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് വഴി വരും സമയങ്ങളിലും കമ്പനിക്ക് കൂടുതൽ ഓർഡറുകൾ ലഭിക്കാനുള്ള സാധ്യതയുമുണ്ട്. അതോടൊപ്പം തന്നെ ഇലക്ട്രിക് ബസ് എന്ന സെക്ടറും വരും സമയങ്ങളിൽ വളരെയധികം വളർച്ച പ്രാപിച്ചേക്കാം. കാരണം ഇന്ത്യയിലെ ടോട്ടൽ ബസ്സുകളിൽ 10% മാത്രമേ ഇലക്ട്രിക് ബസ് ഉള്ളൂ. വരും സമയങ്ങളിൽ ഇലക്ട്രിക് ബസ്സുകളുടെ എണ്ണം കൂടാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും EV എക്കോസിസ്റ്റത്തിൽ ഗവൺമെൻറ് വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ഇൻഫ്രാസ്ട്രക്ചർ, അതായത് ചാർജിങ് ഇൻഫ്രാസ്ട്രക്ചർ ഇംപ്രൂവ് ആവുകയും ചെയ്യുന്ന ഈ സാഹചര്യത്തിൽ ഒലട്ര ഗ്രീൻ ടെക് എന്ന കമ്പനി ഇലക്ട്രിക് ബസ് മാനുഫാക്ചറിങ്ങിൽ നിന്നും മാത്രമല്ല റവന്യൂ ജനറേറ്റ് ചെയ്യുന്നത്. കമ്പനി ഇലക്ട്രിക് സെക്ടറിൽ പ്രത്യേകിച്ചും ഇൻസുലേറ്റർ ഡിവിഷനിൽ നിന്നും കമ്പനിയുടെ ടോട്ടൽ റവന്യൂവിൻ്റെ 12% ജനറേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. വിവിധ പവർ ട്രാൻസ്പോർട്ടേഷൻ കമ്പനികൾക്കും അതുപോലെ തന്നെ ഹീറ്റിംഗ്, വെന്റിലേഷൻ, എയർ കണ്ടീഷനിങ് എന്നിവയ്ക്ക് ആവശ്യമായ ഇൻസുലേറ്ററും പ്രൊവൈഡ് ചെയ്യുന്ന, അതായത് ഇലക്ട്രിക് ഇൻസുലേറ്ററും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് ഒലട്ര ഗ്രീൻ ടെക്. 2022 ഇന്ത്യൻ ഇലക്ട്രിക് ഇൻസുലേറ്റർ മാർക്കറ്റ് $379.8 മില്യൺ സൈസായിട്ടാണ് ഇവാലുവേറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് 2028 ആകുമ്പോൾ $587 മില്യൺ സൈസിലേക്ക് ഉയരും എന്നാണ് അനലിസ്റ്റ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അതായത് ഇലക്ട്രിക് വെഹിക്കിൾ സെക്ടറിനോടൊപ്പം തന്നെ ഇലക്ട്രിക് ഇൻസുലേറ്റർ സെക്ടറും 2023-28 വർഷത്തിൽ 6.6% CAGR വളർച്ച കൈവരിച്ചേക്കും. ഈ സെക്ടറിലെ ഒരു റെപ്യൂട്ടഡ് അല്ലെങ്കിൽ ഈ സെക്ടറിലെ ഒരു ലീഡിംഗ് കമ്പനി എന്ന നിലയിൽ ഒലട്ര ഗ്രീൻ ടെക് ലിമിറ്റഡ് എന്ന കമ്പനിക്ക് ഇലക്ട്രിക് ഇൻസുലേറ്റർ ഡിവിഷനിൽ നിന്നും മികച്ച റവന്യൂ ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. കമ്പനിയുടെ ക്വാർട്ടർലി റിസൾട്ട് റീസെൻ്റ്ലി പുറത്തു വന്നിരുന്നു. ക്വാർട്ടർലി റിസൾട്ടിൽ ഇയർ ഓൺ ഇയറിൽ കമ്പനിയുടെ സെയിൽസും പ്രോഫിറ്റും ഉയർന്നിട്ടുണ്ട്. ക്വാർട്ടർ ടു ക്വാർട്ടർ നോക്കുകയാണെങ്കിലും മികച്ച രീതിയിലുള്ള റിക്കവറി നമുക്ക് കാണാൻ സാധിക്കും. 216 കോടിയിൽ നിന്നും സെയിൽസ് 314 കോടിയിലേക്ക് ഇയർ ഓൺ ഇയറിലും 289 കോടിയിൽ നിന്നും 314 കോടിയിലേക്ക് ക്വാർട്ടർ ടു ക്വാർട്ടറിലും സെയിൽസ് ഉയർന്നു. നെറ്റ് പ്രോഫിറ്റ് 18 കോടിയിൽ നിന്നും 24 കോടിയിലേക്ക് ഇയർ ഓൺ ഇയറിലും 15 കോടിയിൽ നിന്നും 24 കോടിയിലേക്ക് ക്വാർട്ടർ ടു ക്വാർട്ടറിലും ഇംപ്രൂവ് ആയി. ഓപ്പറേറ്റിംഗ് മാർജിൻ 12% നിന്നും ക്വാർട്ടർ ടു ക്വാർട്ടർ 14% ഇംപ്രൂവ് ആവുകയും ചെയ്തു. ഒലട്ര ഗ്രീൻ ടെക് ലിമിറ്റഡ് എന്ന കമ്പനിയിൽ പ്രൊമോട്ടേഴ്സിന് 50% സ്റ്റേക്ക് ഹോൾഡിംഗ് ഉണ്ട്. FISൻ്റെ സ്റ്റേക്ക് ഹോൾഡിംഗ് 8.5 നിന്നും 7.6 ഇടിഞ്ഞു. DISന് 0.19%, പബ്ലിക്കിന് 42% സ്റ്റേക്ക് ഹോൾഡിംഗുമാണുള്ളത്. കഴിഞ്ഞ 5 വർഷം കൊണ്ട് സ്റ്റോക്ക് ഏകദേശം 600% റിട്ടേൺ നൽകുകയും 3 വർഷം കൊണ്ട് ഇൻവെസ്റ്റേഴ്സിന് സ്റ്റോക്ക് 450% റിട്ടേൺ നൽകുകയും ചെയ്തു. ഒലട്ര ഗ്രീൻ ടെക് എന്ന സ്റ്റോക്കിൻ്റെ ലോങ് ടൈം ക്യാൻഡിൽ പാറ്റേൺ അല്ലെങ്കിൽ വീക്കിലി ക്യാൻഡിൽ പാറ്റേൺ നമ്മൾ നോക്കുകയാണെങ്കിൽ സ്റ്റോക്ക് ഹയർ സൈഡിലേക്കുള്ള സ്റ്റോക്ക് റാലിക്ക് ശേഷം കൺസോൾട്ടേഷൻ, വീണ്ടും റാലി, ഈ രീതിയിലുള്ള ഒരു ട്രെൻഡാണ് ഫോളോ ചെയ്യുന്നത്. അതായത് കൃത്യമായ ഇടവേളകളിൽ സ്റ്റോക്കിൽ പൊസിഷൻ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവസരം നൽകിക്കൊണ്ടുള്ള ഒരു ക്യാൻഡിൽ പാറ്റേൺ ഫോർമേഷനാണ് സ്റ്റോക്ക് നടത്തുന്നത്.
സ്റ്റോക്ക് റാലിക്ക് ശേഷമുള്ള കൺസോൾട്ടേഷൻ ഫേസിലാണ്. 1600 സ്റ്റോക്കിൻ്റെ ഒരു പ്രധാനപ്പെട്ട സൈക്കോളജിക്കൽ സപ്പോർട്ട് കൂടിയാണ്. ഈ സ്റ്റോക്കിനെ അക്കുമുലേറ്റ് ചെയ്യാനുള്ള ഏറ്റവും മികച്ച റേഞ്ച് 1475 എന്ന റേഞ്ചാണ്. 1480 1475 എന്ന ലെവൽ സ്റ്റോക്കിൻ്റെ ഒരു സ്ട്രോങ് സപ്പോർട്ടായും പ്രവർത്തിക്കും. ഒലട്ര ഗ്രീൻ ടെക് പോലുള്ള ഇലക്ട്രിക് വെഹിക്കിൾ തീം ബേസ്ഡ് സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് സ്റ്റോക്ക് സപ്പോർട്ട് ലഭിക്കുമ്പോൾ സ്റ്റോക്കിൽ പൊസിഷൻ എടുക്കാവുന്നതാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്